നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിനിടെ അതിപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കരസേന 2:30 എത്തിയിരുന്നു. അവർ പരിശോധന നടത്തിയിരുന്നു. പരിശോധന ഒരു 90% പിന്നിട്ടിരിക്കുകയാണ്. ഈ മണ്ണ് മാറ്റുന്നത് 90% പിന്നിട്ടിരിക്കുകയാണ്. ഈ 90% മണ്ണ് മാറ്റിയപ്പോൾ പുറത്തു വരുന്നത് സകലരെ നടുക്കുന്ന വിവരമാണ്. ആ റോഡിൽ ലോറി ഇല്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർണാടക റവന്യൂ മന്ത്രിയാണ് മാധ്യമങ്ങളോട് ഈ വിവരങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കരസേനയെത്തി നിമിഷങ്ങൾക്കകമാണ് ഈ വിവരം പുറത്തു വരുന്നത്. സിഗ്നൽ കിട്ടിയിടത്ത് ലോറി കണ്ടെത്താനായില്ല എന്ന് കർണാടക റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് അറിയിച്ചു. അർജുനായി തിരച്ചിൽ നടത്തിയ മൺകൂനയിൽ ലോറി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അവിടെ മഴയുടെ സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണ് എടുക്കാനാകില്ല എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. ഇത്രയും കാലം പരിശോധന നടത്തിയ ആ മൺകൂനയിൽ ലോറി ഇല്ല എങ്കിൽ അത് എവിടെ പോയി എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇനി അടുത്ത നീക്കം. അങ്ങനെയാണ്, പുഴയിലേക്ക് തിരച്ചിൽ നടത്തേണ്ടി വരും. പക്ഷേ പുഴയിൽ തിരച്ചിൽ നടത്തുക എന്നത് വളരെ ദുഷ്കരമാണ്. അത് വളരെ അതിസങ്കീർണമായ ഒരു കാര്യമാണ് പുഴയിൽ തിരച്ചിൽ നടത്തുക എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കരസേനയും നാവികസേനയും എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇനി പറയുന്നത്? അതായത് ഈ ഒരു മൺകൂനയിൽ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അവിടെ ലോറി ഇല്ല എന്നാണ് 90% മണ്ണ് മാറ്റിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കുറച്ചുകൂടി മണ്ണ് മാറ്റാനുണ്ട്. അപ്പോൾ മാത്രമേ ഇനിയും എന്താണ് ശരിക്കും അവിടെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിക്കുന്നത് ഈ ഒരു തെരച്ചിൽ നടത്തിയ സ്ഥലത്ത് ആ ലോറി ഇല്ല എന്ന് തന്നെയാണ്. എന്തായാലും കരസേനയുടെയും നാവികസേനയുടെയും ഒരു ഉപദേശത്തിനായി കാക്കുകയാണ് അടുത്ത നീക്കത്തിനായി. ഇനി മണ്ണ് നീക്കില്ല എന്നുകൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതീക്ഷകൾക്ക്, അതായത് മൺകൂനയിൽ നിന്ന് ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷകൾക്കൊക്കെ ഒരു മങ്ങലേൽക്കുന്ന വിവരമാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ വൈകിട്ടോടെ മണ്ണിനടിയിൽ ലോഹാവശിഷ്ടം 70% ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും ഇന്നുമൊക്കെ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ട്രക്കിന്റെ സാന്നിധ്യം എന്തായാലും ഇന്ന് കരസേന എത്തി ഈ ഒരുപാട് മണ്ണ് മാറ്റിയപ്പോൾ ആ ഒരു ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവിടെ മൺകൂനയിൽ ലോറി ഇല്ല എങ്കിൽ അത് പുഴയിലേക്ക് പോയിരിക്കാനാണ് സാധ്യത. ആ ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ പുഴയിലെ ആ ഒരു തിരച്ചിലൊക്കെ വളരെ സങ്കീർണമാകുമെന്നതടക്കമുള്ള വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പുതിയതായി ഈ ഒരു വിഷയത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും റോഡുള്ള ഭാഗത്ത് ട്രക്ക് ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കർണാടക മന്ത്രി. മാത്രമല്ല, അദ്ദേഹം പറയുന്നൊരു കാര്യം, തീർച്ചയായിട്ടും ഇനി കുറച്ചുകൂടി മണ്ണ് മാറ്റാനുണ്ട്. അങ്ങനെയെങ്കിൽ താനിപ്പോൾ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും എന്ന ഒരു സൂചന കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും അതിദുഃഖകരമായ അല്ലെങ്കിൽ പ്രതീക്ഷകളൊക്കെ പകുതിയിലധികം മങ്ങിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക വിവരമാണ് കർണാടകയിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും ഇനിയും മണ്ണ് മാറ്റാനുണ്ട് കുറച്ചുകൂടി. അതും പ്രതീക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2:30 അർജുനെ കണ്ടെത്താനായി സൈന്യം എത്തിയത്. കർണാടകയിലെ ഷിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ സൈന്യം എത്തുകയായിരുന്നു. 2:30 തിരച്ചിലിന് വേണ്ടി കരസേന എത്തി. 3 വലിയ വാഹനങ്ങളായിട്ടാണ് സൈന്യം ഷിരൂരിലേക്ക് എത്തിയത്. അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘമായിരുന്നു എത്തിയത്. മണ്ണ് നീക്കൽ നടത്തുന്നത് സൈന്യത്തിന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള മഴയുള്ളതൊക്കെ വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ദുരന്ത സ്ഥലത്തെത്തി. അദ്ദേഹം മടങ്ങി. കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി തീർത്തു. എങ്കിലും സൈന്യം ഇത്തരം പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ഈ സൈന്യം എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മഴ മാറി. ഇപ്പോൾ മഴ തീർച്ചയായിട്ടും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എന്തായാലും കാലാവസ്ഥ ഒക്കെ ഈ ഒരു കുറച്ച് മാറിയപ്പോൾ കാലാവസ്ഥ ചെറിയ രീതിയിൽ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ എത്തിയിരുന്നു. എന്തായാലും ഏറ്റവും പുതുതായി അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരം ഈ മൺകൂനയിൽ ലോറി ഇല്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഇനി എന്താണ് കരസേനയും നാവികസേനയും അറിയിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ അർജുനെ കണ്ടെത്തുന്നതിൽ വീഴ്ച ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാരൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. കണ്ണാടിക്കലിൽ വലിയ പ്രതിഷേധ പ്രകടനമുണ്ടായി. മാത്രമല്ല, ബന്ധുക്കളും പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ കത്തയച്ചതിന് പിന്നാലെയാണ് സൈന്യത്തെ ഇറക്കിയത്, സൈന്യം വന്നത്. എന്തായാലും സൈന്യം എത്തിയപ്പോൾ ഈ വിവരമാണ് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും എവരും ആകാംക്ഷയോടെ, വളരെ പ്രതീക്ഷയോടെ അവിടേക്ക് ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.